LKG 1-ാം ക്ലാസ്സിൽ പുതുതായി പ്രവേശനം നേടിയ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പഠന സഹായം നൽകുന്ന ഈ പദ്ധതി അസംഘടിത മേഖലയിലെ തൊഴിലാളികളുടെ ഉന്നമനത്തിനായി സർക്കാർ എത്രമാത്രം പ്രതിജ്ഞാബദ്ധമാണെന്ന ഉദാഹരണമാണ്. ഒരു കുട്ടിയുടെ ഭാവി രൂപപ്പെടുത്തുന്നതിൽ വിദ്യാഭ്യാസത്തിനുള്ള പങ്ക് വളരെ വലുതാണ്. പഠനത്തിൻ്റെ ആദ്യ പടികൾ കയറുന്ന ഈ കുരുന്നുകൾക്ക് കൈത്താങ്ങാകാൻ കഴിഞ്ഞതിൽ ഞാൻ അഭിമാനിക്കുന്നു. അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്ക് മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ ഒരുക്കുക എന്നതാണ് ഈ സർക്കാരിൻ്റെ ലക്ഷ്യം. അതിലേറ്റവും പ്രധാനം അവരുടെ കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം ഉറപ്പാക്കുക എന്നതാണ്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിലെ കുട്ടികൾക്ക് പോലും മികച്ച വിദ്യാഭ്യാസം ലഭിക്കണം. അതിലൂടെ മാത്രമേ അവർക്ക് സമൂഹത്തിൽ മുന്നോട്ട് വരാൻ സാധിക്കൂ. ഈ സാമ്പത്തിക സഹായം കുട്ടികളുടെ പഠന ചെലവുകൾ ഒരു ചെറിയ ആശ്വാസമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതോടൊപ്പം രക്ഷിതാക്കൾക്കും മക്കൾക്കും വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കാൻ ഇത് പ്രചോദനമാകുമെന്ന് ഞാൻ കരുതുകയാണ്. അസംഘടിത തൊഴിലാളികളുടെ ക്ഷേമത്തിനായി ഇനിയും നിരവധി പദ്ധതികൾ ആവിഷ്കരിക്കുവാനും നടപ്പിലാക്കാൻ ഈ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. ക്ഷേമനിധിയിലും അതുപോലെ ബന്ധപ്പെട്ട സർക്കാർ പരിപാടികളെല്ലാം UP ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിലെല്ലാം അഡ്മിഷൻ നേടിയ മിടുക്കരായ വിദ്യാർത്ഥികൾക്ക് പഠന സഹായം വിതരണം ചെയ്യുന്നുണ്ട്. എന്നാൽ ആദ്യമായിട്ടാണ് LKG 1-ാം ക്ലാസ്സിൽ പുതുതായി അഡ്മിഷൻ നേടിയ കുട്ടികൾക്ക് കൂടി പഠനധന സഹായം ചെയ്യുന്നൊരു പരിപാടി ഇപ്പോൾ ആവിഷ്കരിച്ചിരിക്കുന്നത്. നമ്മുടെ എല്ലാം ലക്ഷ്യം നല്ല ഭാവി തലമുറയെ കെട്ടിപ്പടുക്കലാണ്. വിദ്യാഭ്യാസത്തിൻ്റെ അത്യധികമായ ലക്ഷ്യം നമുക്ക് സാക്ഷാത്കരിക്കണമെങ്കിൽ ഉയർന്ന തലത്തിൽ മാത്രമുള്ള ശ്രദ്ധ പോരാ എന്നാണ് സർക്കാർ കണക്കാക്കുന്നത്. അവരുടെ എല്ലാ തരത്തിലുള്ള കഴിവും ശേഷിയും എല്ലാം രൂപപ്പെടുത്തുന്നത് ഏറ്റവും താഴെ തട്ടിലുള്ള, അല്ലെങ്കിൽ വേണമെങ്കിൽ 3 മുതൽ 6 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിലാണ്. തലച്ചോറിൻ്റെ വളർച്ച പ്രാപിക്കുന്ന സമയവും ഞാൻ ആരാകണമെന്ന് തീരുമാനിക്കുന്ന സമയവും ഒക്കെ നമ്മുടെ ഈ പീരീഡാണെന്നാണ് ഈ രംഗത്തെ വിദഗ്ധരായിട്ടുള്ള ആളുകൾ അഭിപ്രായപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം താഴെ ഏറ്റവും പ്രായക്കുറവുള്ള സമയത്ത് തന്നെ കുട്ടികളെ വിദ്യാഭ്യാസ കാര്യത്തിൽ പ്രോത്സാഹിപ്പിക്കാനും അവർക്ക് സഹായം നൽകാനും ഒക്കെ ഉള്ള പദ്ധതി നമ്മുടെ ഈ ഗവൺമെൻറ്റിൻ്റെ ഭാഗമാകുന്നു എന്നുള്ള സന്തോഷമാണ് ഞങ്ങൾക്കെല്ലാം ഉള്ളത്. ഇന്നൊരു പുതിയ പരിപാടി ഇവിടെ ആവിഷ്കരിച്ചിരിക്കുന്നു. തീർച്ചയായും അതിൻ്റെ ഗുണഫലങ്ങൾ ഈ സമൂഹത്തിനൊന്നാകെ ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട്